എല്ലാവർക്കും നമസ്കാരം. പഹൽഗാമിലെ ഭീകരാക്രമണം നമ്മൾ വളരെ വേദനയോടെയാണ് കേട്ടത്. ഇന്ത്യയെ ഒട്ടാകെ ഭീകരാക്രമണത്തിനെതിരെ ഒരൊറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അതിഭീകരമാണ് കഴിഞ്ഞുപോയ ദിനങ്ങൾ. ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് യുദ്ധമായി ആയിരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങളൊന്നുമില്ല. കാരണം ഒരു ആധുനിക രാഷ്ട്രം അത് യുദ്ധം ഉണ്ടാക്കുന്ന കെടുതികൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്ന മനുഷ്യാധ്വാനം, സാമ്പത്തിക പിന്തുണ, അതുണ്ടാക്കുന്ന ലോങ് ടേം ആയിട്ടുള്ള പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ അതിന് പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ ചാടിക്കേറി പാകിസ്ഥാന് എതിരെ യുദ്ധം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകുമെന്ന കാര്യം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യ പല രീതിയിൽ, നയതന്ത്രപരമായി പല രീതിയിൽ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ടത്. ഈ നിമിഷം വരെയും ഇന്ത്യ ചെയ്തിട്ടുള്ള ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ കൊടുക്കുന്ന മറുപടി വളരെ കൃത്യമാണ്. അതെന്തായാലും ഇന്ത്യ തുടരുകയും ചെയ്യും. അത് എന്താവുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് യുദ്ധസന്നാഹങ്ങളെല്ലാം സജ്ജമാകുന്ന ഇന്ത്യ പാക് അതിർത്തിയിലെ ഗ്രാമങ്ങളെക്കുറിച്ചാണ്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾക്കായുള്ള തിരക്കിട്ട ഒരുക്കങ്ങളിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ യുദ്ധം പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനാവുന്ന ഭൂഗർഭ ബങ്കറുകൾ ആളുകൾ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. സലോത്രി, കാർമഹ അടക്കമുള്ള പാക് സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകാനും ആരംഭിച്ചിരിക്കുന്നു. ഇതിനൊപ്പം ബങ്കറുകളിൽ അഥവാ സുരക്ഷാ ബങ്കറുകളിൽ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കുകയാണ് ഇവിടുത്തെ ഗ്രാമവാസികളെന്ന വാർത്തയും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞതിനോടകമുള്ള ധാരാളം വീഡിയോകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ യുദ്ധത്തിനായി സജ്ജമാകുന്നതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുമ്പോൾ ജനങ്ങൾക്ക് രക്ഷ നേടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് നിർമ്മിച്ചു നൽകിയവയാണ് ബങ്കറുകൾ. അതിനാൽ തന്നെ ഈ ബങ്കറുകൾക്ക് മോദി ബങ്കറുകൾ എന്നൊരു പേരുണ്ട്. സംഘർഷം മുറുകുമ്പോൾ ജനങ്ങൾ ഈ ബങ്കറുകളിലാണ് അഭയം തേടുക. കശ്മീരിലെ RS-പുരയിൽ താമസിക്കുന്നവരും കമ്മ്യൂണിറ്റി ബങ്കറുകൾ വൃത്തിയാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അവർക്ക് പേടിയുണ്ട്, യുദ്ധം വരാനുള്ള സാധ്യതകളുണ്ട്, ഇനിയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോദി ബങ്കറുകളിൽ അഭയം പ്രാപിച്ചിരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്, അവർ ഒരുങ്ങുകയാണ്. മുൻകാലങ്ങളിൽ പൂഞ്ച്, രജൌരി തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വ്യക്തിഗതമായ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബങ്കറുകൾ നിർമ്മിക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും നൽകിയിട്ടുണ്ട്. 2021 ജമ്മു പ്രവിശ്യയിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഏകദേശം 8,000 ഭൂഗർഭ ബങ്കറുകൾ നിർമ്മിച്ചതായാണ് അധികൃതർ പറയുന്നത്. ജമ്മു, കത്വ, സാംബ, പൂഞ്ച്, രജൌരി എന്നീ 5 ജില്ലകളിലായി 14,460 ബങ്കറുകൾക്ക് കേന്ദ്രം ആദ്യം അനുമതി നൽകിയിരുന്നെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബങ്കറുകൾ സജ്ജമാക്കി യുദ്ധം വന്നാൽ അല്ലെങ്കിൽ ഒരു സംഘർഷ അവസ്ഥ വന്നാൽ തങ്ങൾക്ക് അതിജീവിക്കാൻ ബങ്കറുകളുണ്ട്. അവിടേക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയാണ് ജനങ്ങൾ. എന്നാൽ ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായി ഞാൻ കണ്ട മറ്റൊരു കാര്യം, ജനങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്ന പൂർണ്ണ പിന്തുണയാണ്. കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നാണ് ഭൂരിപക്ഷം ഗ്രാമവാസികളും പറയുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും മരണത്തിന് കാരണമായ പഹൽഗാം സംഭവം, വർദ്ധിച്ചു വരുന്ന അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തെയുമൊക്കെ അതിർത്തിയിലെ ദുർബലമായ പ്രദേശങ്ങൾ താമസിക്കുന്ന ജനങ്ങൾക്ക് പേടിയുണ്ട്. കശ്മീർ ജനത എന്തായാലും കുറേ വർഷങ്ങളായി ഈ പേടിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കശ്മീർ ജനത ആകെ മാറിയിരിക്കുന്നു. അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഭീകരവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് കുറഞ്ഞു വരുന്നതായാണ് നമ്മൾ കാണുന്നത്. എത്രയോ എത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയിട്ടുണ്ടാവാം. എന്നാൽ കശ്മീർ ജനത സമാധാന ജീവിതം ആഗ്രഹിക്കുന്നു. അവരെല്ലാ മാധ്യമങ്ങളോടും പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും മുന്നോട്ട് പോകാനും ഇപ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം, ടൂറിസം അടക്കമുള്ള ബിസിനസ് സാധ്യതകളിലൂടെ വരുന്ന സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നു പോകരുത് എന്നവർ ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ടൂറിസ്റ്റുകളെ വരവേൽക്കുന്ന ഒരുപാട് കശ്മീരികളായിട്ടുള്ള ഈ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ കണ്ടു. വരുന്ന ആളുകളെ വെൽക്കം ചെയ്യുന്ന, അവർക്ക് വെള്ളം കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, നിങ്ങളിവിടെ സുരക്ഷിതമായിരിക്കും, ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന കശ്മീരിലെ സാധാരണക്കാരായ ആളുകളെ കണ്ടു. ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ
ഈ പല മാധ്യമങ്ങൾ, പ്രധാനമായും ഇടത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇടത് പോരാളികൾ, കോൺഗ്രസ് പോരാളികളുമൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത് കശ്മീർ ജനത അതിനെതിരെ പൂർണ്ണമായും ഇറങ്ങി വരും, അവർ തെരുവിലിറങ്ങും, അവർ പൂർണ്ണമായ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ കൈയൊഴിയുമെന്നായിരുന്നു. പക്ഷേ അതിന് നേർ വിപരീതമാണ് നിലവിലെ കശ്മീർ ജനതയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. കാരണം ഈ കശ്മീർ ജനതയ്ക്ക് മടുത്തിരുന്നു, അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് മടുത്തിരുന്നു, അവർ ഭീകരവാദത്തിനെതിരെ തിരിഞ്ഞു. 370 എടുത്തു കളഞ്ഞപ്പോൾ അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം വന്നു. ഇന്ന് മൻ കി ബാത്തിൽ മോദി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ സാധാരണ ജീവിതത്തിലേക്ക് വരികയായിരുന്നു, അവർ ജനാധിപത്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ടൂറിസം വ്യാപിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു, സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്ന സമയത്താണ് അങ്ങനെയൊന്നും കശ്മീരിൽ പാടില്ല, കശ്മീർ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ പോലെ ആകാൻ പാടില്ല, അവിടെ ഭീകര അന്തരീക്ഷം വേണം, സമാധാനമില്ലാത്ത കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കാനാണ് ഭീകരവാദം നടത്തിയിരിക്കുന്നത്. കശ്മീരിൻ്റെ പേരും പറഞ്ഞാണ് പാകിസ്ഥാൻ ജനതയെ ഊറ്റിപ്പിഴിഞ്ഞ് പാകിസ്ഥാൻ പട്ടാളക്കാർ ആ രാജ്യവും കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമ സംവിധാനങ്ങളൊക്കെ തകർന്ന് സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലാണ് പാകിസ്ഥാൻ എങ്കിലും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞ്, കശ്മീരിൻ്റെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കിയിരുന്ന, അല്ലെങ്കിൽ കശ്മീരിലെ ഭീകരവാദം പറഞ്ഞ് കശ്മീരിലെ ജനങ്ങളുടെ പേരും പറഞ്ഞ് പുട്ടടിച്ചിരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇറക്കിയിരുന്ന ഇടതും കോൺഗ്രസും അടക്കമുള്ള ആളുകൾക്ക് കശ്മീർ ജനതയുടെ മാറിയ മനസ്സ് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ഒരു യുദ്ധം മോദി എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന റൈറ്റ് വിങ് ഹാൻഡിലുകളൊക്കെ നമ്മൾ നിരന്തരമായി കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാഷ്ട്രങ്ങളിലൊന്നാണ് റഷ്യ. അവർക്ക് അത്യാധുനിക സംവിധാനങ്ങളുണ്ട്, അത്യാധുനിക സൈനിക ശേഷിയുണ്ട്, ഇൻ്റലിജൻസ് ആയിട്ടുള്ള വിങ്ങുണ്ട്. പക്ഷേ എന്നിട്ട് പോലും യുക്രൈൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് നേരെ കഴിഞ്ഞ 3 വർഷത്തിന് മുകളിലായി ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുടിൻ വിചാരിച്ചത് ആദ്യത്തെ 2-3 മാസം കൊണ്ട് യുക്രൈൻ കീഴടക്കാം എന്നായിരുന്നു. പക്ഷേ അതുപോലും സാധിച്ചില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലൊരു യുദ്ധം എന്ന് പറയുന്നത് ഒരു ആധുനിക ലോകത്തിന് ഭൂഷണമല്ല. പക്ഷേ പാകിസ്ഥാനെ പോലെയുള്ള രാഷ്ട്രങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ അതിന് കൃത്യമായ രീതിയിലുള്ള ആധുനിക മെഷേഴ്സ് എടുക്കും. അതിന് ഏത് അറ്റം വരെ പോകണമെങ്കിലും അത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കശ്മീരിലെ ജനത ഒരുങ്ങിയിരിക്കുന്നു, അവർ മാറിയിരിക്കുന്നു, അവർക്ക് സമാധാന ജീവിതം വേണം എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.